ലാൻഡ് വീട് കൂട്ടില്ല പക്ഷെ അതുപോലെ വീട് കൂട്ടാൻ പറ്റില്ലല്ലോ. പറയുന്നത് ഈ സമയം ഈ ട്രെയിനിൽ കയറി നിങ്ങൾ പറഞ്ഞ പോലെ ട്രെയിനിൽ കയറി വണ്ടി കയറി 2 ദിവസം ഈ ട്രെയിനിൽ ഇവരൊക്കെ പോകില്ല. അമ്പത് പോരാ പാസഞ്ചർ കുട്ടികൾ മാത്രമായിട്ട് 60ഓളം ബസ്സിൽ എട്ടപ്പാടേജ് പോളി തോക്കട മോർണിംഗ് പിന്നെ വൈകുന്നേരം മുതൽ ഇപ്പോഴാണ് അതിന് വരുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഡോർ അടക്കാണ്ട് പോവാ അത്രയും കുട്ടികളായിരിക്കും വണ്ടി. അല്ലാണ്ട് പിന്നെ ഫുട്പാത്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറില്ല. വണ്ടി കയറിയിട്ട് അടുത്തോളം ഒരു വഴി ഇവിടെ ഇല്ല. ബസ്സൊക്കെ ഇങ്ങനെ നമ്മൾ കേക്ക് മുറിച്ച് ആക്കി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ അപ്പോൾ ഒരു ബസ് ഓടിക്കുന്നത് കുറേ കാലത്തേക്കുള്ള സംഭവമല്ലേ. ഡ്രെയിനേജ് കൂട്ടണ്ട ഇതിലിപ്പോൾ ഡ്രെയിനേജിന്റെ അത് ഏറ്റവും സൂട്ടബിളാണ്. 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും imagine, we can imagine. But sir, രാവിലെ 10 മണി വരെ ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കലക്ട്രേറ്റിലെ യോഗം, ആ യോഗം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പിന്നെ മറ്റൊരു ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്ത ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ആളുകൾ ഉൾപ്പെടെ എല്ലാം പങ്കെടുത്തൊരു യോഗമാണ്. ആ യോഗത്തിൻ്റെ പൊതുവികാരമാണ് ഈ കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ ഇവിടെ OKUP സ്കൂളിന് സമീപത്തായിട്ട് ഒരു അണ്ടർപാസ് നിർമ്മിക്കാതെ ഈ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാവില്ല. അത് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് നിർമ്മിക്കേണ്ട NHAI അവരിത് ഒരു തരത്തിലും പറ്റില്ല എന്നും നിലവിലുള്ള സൗകര്യം പര്യാപ്തമാണ്. അവിടെയുള്ള അണ്ടർപാസ് തൊട്ടടുത്ത് എടക്കാട് ബസാറിലുള്ള അണ്ടർപാസിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. സ്വല്പം ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് സർവീസ് റോഡെന്ന് പറയുന്നത് സിംഗിൾ ലൈൻ 2 ലൈനാക്കി മാറ്റിയാൽ പ്രശ്നം തീരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ സമയത്ത് ചർച്ചയുണ്ടായപ്പോൾ ഇന്നലെ ഒരു തീരുമാനമാണ്. അവിടെ ബസ്സിൽ പോകാൻ തയ്യാറാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു കാണിച്ചു തരാം. ഇന്നിപ്പോഴതുവഴി പോയി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞെന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞതിലും അപ്പുറമാണ് അവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് അവിടെ എടക്കാട് ബസാറിന് തൊട്ട് മുമ്പായിട്ട്
അവിടെ മുഴപ്പിലങ്ങാടേക്ക് പോകുന്ന റെയിൽ ക്രോസ് ചെയ്യുന്ന ഭാഗം അവിടെ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് അടച്ചാൽ വേറെ തൊട്ട് പിറകിൽ വാഹനത്തിൻ്റെ വലിയൊരു നീണ്ട നിര തന്നെ വരും. അപ്പോൾ അതുകൂടി ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വരും. ഞങ്ങൾ യാത്ര ഈ സമയത്ത് വന്നത് ഒരു 3 മണി 4 മണി സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്ന സമയമല്ല, സ്കൂൾ ബസ്സിൻ്റെ സമയമല്ല, ഓഫീസിൻ്റെ സമയമല്ല. അപ്പോൾ കാലത്ത് ആ സമയമായാലും വൈകുന്നേരം വാഹനങ്ങൾ പോകുന്ന സമയമായാലും ഇതിൻ്റെ നേരെ ഇരട്ടിയിലധികം വാഹനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്രമാത്രം രൂക്ഷമായ ഗതാഗത പ്രശ്നം ഉണ്ടാകും. ഒരു വികസന പ്രവർത്തനം നടത്തുമ്പോൾ ദീർഘവീക്ഷണത്തോടെ ചുരുങ്ങിയത് ഒരു 30 വർഷമെങ്കിലും മുന്നിൽ കാണണം. അപ്പോൾ ഇന്നുള്ള വാഹനം ഓരോ ദിവസവും കണ്ണൂരിലെ എല്ലാ RTO ഓഫീസിനകത്തും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാഹനത്തിൻ്റെ എണ്ണമെന്നെടുത്താൽ ആരും ഇതിനെക്കുറിച്ച് മോശം പറയില്ല നമ്മൾ പറയുന്നതിനെക്കുറിച്ച്. അപ്പോൾ അത്രമാത്രം വാഹനങ്ങൾ റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ ആക്കേണ്ടതിന് ഉത്തരവാദിത്തം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് നടത്തി പോകാം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുവദിക്കില്ല എന്ന തീരുമാനം തന്നെയാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും ഇതിൻ്റെ ഉപയോഗിക്കേണ്ട ഉപഭോക്താക്കൾ ജനങ്ങൾ ഇവിടെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാതെ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് റോഡിൻ്റെ നിർമ്മാണം 26-ഓടുകൂടി പൂർത്തീകരിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇനി സമയമില്ല എന്നതാണ്. ഇപ്പോഴും മനസ്സിലാക്കുന്നത് ചില വയലുകളിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ബോക്സ് ടൈപ്പ് കൺസ്ട്രക്ഷൻ അത് പൂർണ്ണമായും മാറ്റിയിട്ട് അവിടെ പില്ലർ അടിച്ചിട്ട് കൺസ്ട്രക്ഷൻ നടത്തണം എന്നതാണ് NHAI ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കംപ്ലീഷൻ എന്ന് പറയുന്നത് 2028 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം ഇഷ്ടം പോലെയുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞത് 25 കോടിയോളം രൂപ ഇതിനധികം ചിലവാകുന്നതാണ്. അപ്പോൾ പൊളിച്ചു പണിയുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് 600 കോടി അധികം ചിലവഴിക്കും. അത് അവരുടെ തീരുമാനമാണ്, 600 കോടിയോളം. അപ്പോൾ 600 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ചത് പൊളിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ ഇവിടെ പുതുതായി ഒരു 25 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ചുകൂടെ എന്ന ചോദ്യമാണ്. അത് എത്രയോ കാലം ദീർഘമായിട്ട് ജനങ്ങൾക്ക് ഉപകരിക്കേണ്ട ഒരു പ്രവൃത്തിക്ക് എന്തിനാണ് അമാന്തം കാണിക്കുന്നത്, എന്തിനാണ് പറ്റില്ല എന്നൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ മാത്രം ജനങ്ങളുടെ വിഷയമല്ല, എത്രയോ വർഷത്തെ പാരമ്പര്യമാണ് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള യാത്ര. ആ യാത്ര നടാൽ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ചാല ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വരണം. അത് സാധാരണക്കാരനാണ്. അല്ലാത്ത കാറിലൊക്കെ പോകുന്ന ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഈ അണ്ടർപാസിലൂടെ ഇപ്പോൾ ഉള്ള ഉയരം കുറഞ്ഞ അണ്ടർപാസിലൂടെ ഒക്കെ പോകാം. പക്ഷേ ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന, ബസ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല. അതിന് അവരുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, ആ ആവശ്യത്തിന് കൂടെ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ജനങ്ങളെല്ലാവരും ആ ആവശ്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ യാത്ര, സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. അതുകൊണ്ട് അത് ഈ നിഷേധിക്കുന്ന വിധത്തിലുള്ള ഇതിന് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ ഒരു ഇൻസ്പെക്ഷൻ, ജോയിൻറ്റ് ഇൻസ്പെക്ഷനാണ്. അതിൽ അവർക്കത് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതല്ല മുൻകൂട്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കും. ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഞങ്ങൾ പോകും, കാര്യങ്ങൾ അവതരിപ്പിക്കും. അത്രമാത്രമേ സൂചിപ്പിക്കൂ.